ഷാജഹാനിലേക്ക് കൂടി പോകാം. ഷാജഹാൻ രക്തസാക്ഷികളുടെ രണഭൂമി ധീരനായ വിപ്ലവകാരിയെ കൂടി ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. അല്പം മുമ്പ് നമ്മൾ അനുസ്മരണ സമ്മേളനമൊക്കെ കണ്ടതാണ്. ഇപ്പോഴും ആളുകൾ പിരിഞ്ഞു പോകാതെ ഇടറാത്ത മുദ്രാവാക്യം വിളികളുമായി അവിടെ തുടരുകയാണല്ലേ? തീർച്ചയായിട്ടും മസിദ, ഇത് ശരിക്കും നമ്മുടെ കാഴ്ച ഒരിക്കലും നമുക്ക് എവിടെയും കാണാൻ കഴിയാത്തൊരു കാഴ്ചയാണ്. ഇപ്പോൾ ഏതാണ്ട് സംസ്കാരം കഴിഞ്ഞിട്ട് ഏതാണ്ട് 1 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. ഇപ്പോഴും ഈ ചെറുപ്പക്കാർ മുദ്രാവാക്യം വിളികളോടുകൂടി തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനോട് ആദരവ് അറിയിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുകയാണ്. ഇല്ല ഇല്ല, ഞങ്ങൾ പിരിയില്ല, ധീര നേതാവിനോടൊപ്പം ഞങ്ങൾ എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ നിരവധി ചെറുപ്പക്കാർ മുദ്രാവാക്യം വിളികളുമായിട്ട് ഇവിടെ നിൽക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. രാവിലെ മുതൽ തന്നെ നമ്മൾ കണ്ടതാണ്. ഓരോ കേന്ദ്രങ്ങളിലും പൊതുദർശനത്തിൽ വെച്ചപ്പോഴുമൊക്കെ ഇത്തരത്തിൽ 100 കണക്കിന് വരുന്ന യുവാക്കളും യുവതികളും പ്രായമുള്ളവരും കുട്ടികളും അടക്കമുള്ളവർ തങ്ങളുടെ പ്രിയ നേതാവിനെ അവസാനമായിട്ടൊരു നോക്ക് കാണുക എന്നുള്ളതല്ല, അതിലുപരിയായിട്ട് മുദ്രാവാക്യം വിളികളോട് ശക്തമായ മഴയിലും കാറ്റിലും അതൊക്കെ അവഗണിച്ചുകൊണ്ട് തങ്ങളുടെ പ്രിയ നേതാവിനെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിനായിട്ട് എത്തിച്ചേർന്നത്. ഇപ്പോഴും ഇവിടേക്ക് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. സംസ്കാരം കഴിഞ്ഞുവെങ്കിൽ പോലും തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ, തങ്ങളുടെ പ്രിയ സമര സേനാനിയെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിനുണ്ട്. അദ്ദേഹത്തിൻ്റെ ചിതയെങ്കിലും കാണുക എന്നൊരു ആഗ്രഹവുമായിട്ട് എത്തുന്ന പലരും നമുക്ക് ഈ അവസാന ഘട്ടത്തിൽ കാണാൻ സാധിക്കുമ്പോൾ ഈ മുദ്രാവാക്യം വിളികൾ ഇപ്പോഴും ഈ പുന്നപ്ര സമരസേനാനികളുടെ വിശ്രമം കൊള്ളുന്ന ഈ സമരഭൂമിയിൽ നിന്ന് ഉയരുകയാണ്. ഷാജഹാനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. സംസ്കാരം കഴിഞ്ഞ് 1 മണിക്കൂർ പിന്നിടുമ്പോഴും അവിടെ നിന്ന് ആളുകൾ പിരിഞ്ഞു പോകാതെ ഇടറാത്ത മുദ്രാവാക്യം വിളികളുമായി അവിടെ തുടരുക കൂടിയാണ്. ഷാജഹാൻ ഒരുപാട് ചരിത്രം കൂടി പറയുന്ന മണ്ണാണത്. രക്തസാക്ഷികളുടെ ഒരുപാട് ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന മണ്ണാണ്. ഇപ്പോഴും കനത്ത മഴ അത് തുടരുകയാണ്. ആളുകൾ പിരിഞ്ഞു പോകുന്നേയില്ല. എല്ലാവർക്കും VS എന്ന ഓർമ്മ അത് കനലായി തന്നെ നെഞ്ചിലിങ്ങനെ നിൽക്കുകയാണല്ലേ? അസിത, നമ്മളിപ്പോൾ കാണുന്നുണ്ട് ചെറുപ്പക്കാരായിട്ടുള്ള, എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഇവർ കേരളത്തിൻ്റെ വടക്കേ ദിക്കിൽ നിന്നും എത്തിയ, അതായത് കേരളത്തിൻ്റെ വടക്കേ അറ്റത്തിൽ നിന്നെത്തിയ ചെറുപ്പക്കാരായിരിക്കാം. അവർ രാവിലെ മുതൽ തന്നെ നമ്മളിവിടെ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ നാട്ടുകാരുമുണ്ട്. തങ്ങളുടെ പ്രിയങ്കരനായ നേതാവ് VS ഞങ്ങളെ വിട്ടുപോയി, വേർപിരിഞ്ഞു പോയി എന്ന് ആ ഒരു സത്യം അവർ തിരിച്ചറിഞ്ഞിട്ടും അവർക്ക് ആ ചിത കത്തി നിൽക്കുന്ന സമയത്ത് പോലും അവിടെ നിന്ന് മടങ്ങിപ്പോകാൻ, അവർക്ക് പിരിഞ്ഞു പോകാൻ കഴിയാത്ത ഒരു മാനസികാവസ്ഥയാണ്. ആ മാനസികാവസ്ഥയുടെ ഒരു തീവ്രതയാണ്, ആ വൈകാരികമായിട്ടുള്ള ചില രംഗങ്ങളാണ് നമുക്കിപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം VS മരണപ്പെട്ടു. അദ്ദേഹം ഒരു അല്പസമയം മുൻപ് അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തിൽ തീനാളം പടർന്നു. പക്ഷേ എങ്കിലും തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ്, തങ്ങളുടെ പ്രിയരുടെ അന്തി ഉറങ്ങുന്നു. ഞങ്ങളോടൊപ്പം അദ്ദേഹം ഇപ്പോഴും ഞങ്ങളുടെ മനസ്സിൽ നിന്ന് ജീവിക്കുന്നു. അദ്ദേഹത്തിന് ഒരിക്കലും മരണമില്ല, അദ്ദേഹം ഒരിക്കലും മരിക്കില്ല. ഇങ്ങനെ മുദ്രാവാക്യം വിളികളോടുകൂടി തന്നെയാണ് ഈ ചെറുപ്പക്കാർ, ഈ യുവാക്കൾ ഇവിടെ ഇപ്പോൾ ഈ മഴയത്ത് ഇപ്പോഴും മഴ പെയ്യുന്നുണ്ട്. ഈ മഴയൊക്കെ അവഗണിച്ചുകൊണ്ട് ഈ ചിതയ്ക്ക് ചുറ്റിനും നിന്നുകൊണ്ട് ഇത്തരത്തിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഷാജഹാൻ, മണിക്കൂറുകളായി കേരളം കേൾക്കുന്നത് ഇടതടവില്ലാത്ത മുദ്രാവാക്യങ്ങൾ തന്നെയാണ്. അതൊക്കെയും VSന് വേണ്ടി ശബ്ദിക്കുന്ന നാവുകളാണ്. അതുകൊണ്ടാണ് നമുക്കും ആവർത്തിച്ച് പറയേണ്ടി വരുന്നത്. ഇനി വരും പുരുഷാരമൊക്കെയും ഇവിടെ വന്നങ്ങ് തലകുനിക്കും, ഈ കൊടിച്ചോട്ടിൽ തലകുനിക്കും, ഈ കൊടിച്ചോട്ടിൽ മരിച്ചു വരുമ്പോഴേ ഇൻകുലാബ് ഇൻകുലാബ് ഏറ്റുപാടുന്ന ആ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി. Inquilab!
ഷാജഹാനിലേക്ക് ഒരിക്കൽ കൂടി പോകാം. ഷാജഹാൻ, ഇതാ ഒരു നാടൊന്നാകെ ഇവിടെ വന്ന ആ ഓർമ്മകൾക്ക് മുന്നിൽ ഇങ്ങനെ തലകുണ ആ ചെങ്കുടിയുടെ കീഴിൽ അവർ അണിനിരക്കുകയാണ്. ഇൻകുലാബ് ഇൻകുലാബ് ഏറ്റുപാടുകയാണ്. തീർച്ചയായിട്ടും അസിത, ഇപ്പോൾ ഈ ചിതയ്ക്ക് വേണ്ടി മാത്രമാണ് മുകളിൽ അല്പം ഒരു മോൾക്കെട്ട് ഒരുക്കിയിരിക്കുന്നത്. പക്ഷേ ഇതിന് ചുറ്റിനും ശക്തമായ മഴയാണ്. ഈ മഴയിലും ശക്തമായിട്ടുള്ള ഈ മഴ നനഞ്ഞുകൊണ്ട് രാവിലെ മുതൽ തന്നെ നനയുന്ന മഴ, സംസ്കാരത്തിന് ശേഷവും ആ മഴ നനഞ്ഞുകൊണ്ട് ആ ആവേശം ഒട്ടും നഷ്ടപ്പെടാത്ത തരത്തിലുള്ള ഒരു മുദ്രാവാക്യം വിളിയും അതോടൊപ്പം തന്നെ വി എസിനോടുള്ള ആത്മാർത്ഥമായ തങ്ങളുടെ നെഞ്ചിലെ ജീവനായിട്ടുള്ള ചോരയായിട്ടുള്ള VS എന്നുള്ള മുദ്രാവാക്യങ്ങൾ, ഓരോ വാക്കുകളും നമ്മളുടെ മനസ്സിൽ തട്ടുന്ന വാക്കുകളാണ്. അങ്ങനെ ഇപ്പോഴും അവരുടെ വളരെ യുവാക്കളായിട്ടുള്ളവരാണ് ഈ വളരെ ശക്തമായ രീതിയിലുള്ള ഈ മുദ്രാവാക്യം വിളികളുമായിട്ട് ഇവിടെ നിൽക്കുന്നത്. അവരൊന്നും തന്നെ മടങ്ങിപ്പോകുന്ന കാണുന്നില്ല. ഏതാണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1 മണിക്കൂറോളമായി ഈ മുദ്രാവാക്യം വിളികളുമായിട്ട് ഈ ചിതയ്ക്ക് ചുറ്റും അവർ ഇപ്പോഴും നിൽക്കുകയാണ്. VS മരിക്കില്ല, VS ഞങ്ങളോടൊപ്പമുണ്ട്, ആ ആവേശത്തോടൊപ്പം ഞങ്ങളും ഉണ്ടാകും. ഇത്തരത്തിൽ വളരെ ആവേശകരമായിട്ടുള്ള മുദ്രാവാക്യം വിളികളുമായിട്ടാണ് ഈ ചെറുപ്പക്കാർ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നത്. തീർച്ചയായും അവർ പുന്നപ്രയുടെ പൊന്മുത്തേ എന്നാണ് വിളിക്കുന്നത്. ആ വിളി, ആ അഭിവാദ്യം അർപ്പിക്കൽ അത് ഹൃദയത്തിൽ നിന്നും ഉണ്ടാകുന്നതാണ്. അങ്ങനെ ആ സമരാജ്ഞി ഇത്ര കാലം നമ്മൾ കെടാതെ കാത്തു. പക്ഷേ എത്രയോ തലമുറകൾക്ക് ആ തീ പകർന്നു നൽകിക്കൊണ്ടാണ് ആ മനുഷ്യൻ വിടവാങ്ങുന്നത് എന്നുള്ളത് കൂടിയുണ്ട്. ആ ചിത ഇരിഞ്ഞിറങ്ങുമ്പോഴും അതിന് ചുറ്റുമുള്ള ഓർമ്മകൾക്ക് മുന്നിൽ കൂടിയാണ് ആ മനുഷ്യരിങ്ങനെ വിപ്ലവാഭിവാദ്യങ്ങൾ വിളിക്കുകയും ചെയ്യുന്നത്. മകൻ B. അരുൺകുമാറാണ് ചിത കൊളുത്തിയത്. നമ്മൾ ഈ സമരാജ്ഞിയെക്കുറിച്ച് ഇങ്ങനെ ആവർത്തിച്ച് പറയുമ്പോൾ ആ തീ കെടാതെ ഇത്രയും കാലം കാത്ത മകൻ കൂടിയാണ് V. അരുൺകുമാർ എന്നുള്ളത് കൂടി നമ്മൾ ഓർക്കണം. നൽകാവുന്ന ഏറ്റവും മികച്ച ചികിത്സകൾ നൽകി ഏറ്റവും നല്ല തരത്തിൽ ആ പിതാവിനെ ശുശ്രൂഷിച്ച മകൻ കൂടിയാണ് V. അരുൺകുമാർ. ആ അരുൺകുമാറിനെയും നമ്മൾ ഈ ദിവസങ്ങളിൽ ഒന്നാകെ കാണുകയായിരുന്നു. ആ മകൻ്റെ മുഖത്ത് കനീഭവിച്ച നിരാശയും സങ്കടവും ദുഃഖവുമൊക്കെ ഈ കേരളത്തിൻ്റെ ഒന്നാകെ ദുഃഖമായി മാറുന്നതും നമ്മൾ കണ്ടു. ഇതാ ആ മനുഷ്യർ ഇപ്പോഴും അവിടെ തുടരുകയാണ് അവരുടെ പ്രിയപ്പെട്ട നേതാവിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ. Zindabad!